നമ്മളിന്ന് കോഴിക്കോടത്തെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ്. അപ്പോൾ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ. എൻ്റെ വീഡിയോക്ക് ലൈക്കൊക്കെ അടിച്ചാൽ അതേപോലെ വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ചിലെ നൈറ്റ് ഫുഡ് സ്പോട്ടുകൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബീച്ചിൽ വരുന്ന ആ കാറ്റും അതുകൊണ്ട് റോഡിന്റെ അപ്പുറത്ത് കൂടെ നടന്നിട്ട് ഫുഡ് അടിക്കുക, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് ബീച്ച്, നടുവിൽ റോഡ്, അതിൻ്റെ അപ്പുറത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക മെയിനായിട്ട്. അതേപോലെ ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് ഈ നോമ്പ് തുറയ്ക്ക് ഒരുപാട് പേര് ദൂരദേശങ്ങളിൽ വരെ നോമ്പ് തുറക്കാനായിട്ട് ബീച്ചിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന. ഓരോ ഫാമിലി ആയിട്ട് വന്ന് അവിടെ അവിടെയൊക്കെ ഷീറ്റൊക്കെ വെച്ച് ഇരിക്കുക, എന്നിട്ട് നോമ്പ് തുറയൊക്കെ നടത്തുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇപ്പം കോഴിക്കോട് ബീച്ചിലെ സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലീസൊക്കെ മക്കളൊക്കെ ആയിട്ട് വന്ന് സൈക്കിൾ വേ ഒക്കെ ഉണ്ടിട്ടോ അവിടെ. അതിലൂടെയൊക്കെ ഓരോ ഗെയിമുകളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഇത് പുലർച്ചെ വരെ ഇവിടെ എങ്ങനെ തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. ഒരു സ്ഥലം അല്ലേ. എല്ലാ കുട്ടികളൊക്കെ ഓരോ ഗെയിമിലൊക്കെ പങ്കെടുത്ത് ചെറിയ ചെറിയ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയുക ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ ഈ ഒരു പരിസരം വൃത്തിയാക്കി നമ്മൾ തന്നെ വൃത്തികേടാക്കുന്നത് നമ്മൾ തന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഞാൻ അവിടെ ഒക്കെ കാണുന്നത് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച വേസ്റ്റൊക്കെ അവിടെ തന്നെ ഇട്ട് പോകുന്നൊക്കെ നമ്മൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ശരിയല്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നമ്മളെ കോഴിക്കോട് മുഖദാർ ബീച്ച്. കോഴിക്കോട് മുഖദാർ ബീച്ചിൽ നിന്ന് നമ്മളെ കണ്ണമ്പറമ്പ് ഭാഗത്തേക്ക് ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് അടിപൊളി പരിപാടിയിട്ട് എന്താണ് കലം കലക്കി. ഇതെന്തായാലും തിരിച്ചു വരുമ്പോൾ കഴിച്ചു. അങ്ങനത്തെ ഒരുപാട് ഒരു ഷോപ്പ് ഒന്നല്ല, ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ ബീച്ച് സൈഡിൽ. കിച്ചൺ ഓരോ പേരുകൾ, ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഫിഷോ ചിക്കനോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും. കരിക്കുണ്ട്. വേറെ ഷോപ്പ് എന്തൊക്കെയോ ഓഫേഴ്സ്, കാട ഫ്രൈ ഒക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കല്ലുമ്മക്കായ്, അമൂറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. എല്ലായിടത്തും ഒരേ ടൈപ്പ് ഐറ്റംസ് അല്ലേ. ഇത്രയും ഐറ്റംസ്. പലതരം മീനുകളുണ്ട്. കടുക്ക, കല്ലുമ്മക്കായ് എന്ന് പറയുന്ന സാധനം, ചെമ്മീൻ, അങ്ങനെ എല്ലാം മസാല അടിച്ചു വെച്ചിട്ടുണ്ട്. ലൈവ് അടി പരിപാടി. ഇവിടെ എന്താണ് തന്നെ പരിപാടിയൊക്കെ ലൈവ് അടിക്ക് തന്നെ. ചെറിയ ചെറിയ ഷോപ്പ് കേട്ടോ. കൂന്തള്, ചിക്കൻ, ചെമ്മീൻ, കാടമുട്ട, കല്ലുമ്മക്കായ എല്ലാ ഐറ്റംസ് സെയിം തന്നെ. പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസ്. എല്ലായിടത്തും സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് എന്നാലും ഒരു രസമല്ല ഇങ്ങനെ സ്ഥലത്തൂടെ നടന്ന് ആ തിരക്കിൽ കഴിക്കാൻ അറിയുന്നത്. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാം. നമ്മൾ ഫൈൻ ഡൈൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകരുത്. അപ്പോൾ സ്ഥലത്ത് പോയപ്പോഴേ ചെമ്മീൻ എടുത്ത് തന്നു കേട്ടോ.
കൂന്തള്, ചെമ്മീൻ, കടുക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കേട്ടോ, ചൂടോടെ ആയതുകൊണ്ടേ. ഇത് അയക്കോറപ്പഞ്ഞല്ലേ, മീനിൻ്റെ പഞ്ഞി. നമ്മൾ മീൻമുട്ട എന്നൊക്കെ പോലെ ഇവിടെ പഞ്ഞി എന്നാണ് പറയാ. അത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ചിന്നമുട്ട കേട്ടോ, ഈ ഭാഗത്ത് കിട്ടും ചിന്നമുട്ട. അങ്ങനത്തെ സാധനം കാണുന്നുണ്ട്. ചിക്കൻ ഉണ്ട്, വലിയ മാന്തണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് നമ്മളെ നേരത്തെ കണ്ട കടുക്കല്ലേ, അത് പ്ലേറ്റ് ചെയ്യുന്ന കേട്ടോ. കല്ലുമ്മക്കായ, കടുക്ക, ഇവിടെ കടുക്ക എന്നാണ് പറയാ. കല്ലുമ്മക്കായ, കടുക്ക, ചെമ്മീനുണ്ട്, കല്ലുമ്മക്കായ തന്നെ. പിന്നെന്താണ്, ഞണ്ട് പൊരിക്കുന്നുണ്ട്. അതൊന്ന് പോയി നോക്കാം. ഉണ്ടല്ലേ, ഞണ്ട് ആദ്യം ഡീപ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് കൊണ്ടുതരുന്ന പരിപാടി. ഞണ്ട് രാത്രി എത്ര നേരം ഇപ്പോ? അവരൊക്കെ ആളുണ്ട്. ആള് പോകുന്നില്ലല്ലേ ബീച്ചിന്ന്? നോമ്പുകാലം കഴിയുന്നവരൊക്കെ തന്നല്ലേ. പിന്നെ ഇത് അയക്കോറപ്പഞ്ഞിയാന്നാ പറഞ്ഞത് കേട്ടോ. അയക്കോറല്ലേ നമ്മളെ അതിന്റെ പഞ്ഞി മീൻമുട്ട, അത് തന്നെ സാധനം. സംഭവം നമുക്ക് ഇവിടെ തന്നെ കഴിക്കട്ടോ. പക്ഷെ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് ഒന്ന് കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ലൈറ്റായിട്ട് കഴിച്ചു പോവാം. ഭയങ്കര തിരക്ക്, വണ്ടികൾ മൊത്തം ബ്ലോക്ക്. ഞാനൊക്കെ വണ്ടി അപ്പുറം നിർത്തിയിട്ട് പോകുന്നതാണ്. അങ്ങനെ കുറെ മുന്നോട്ട് നടന്ന് ഞങ്ങൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. നല്ല ഫുഡ് കഴിച്ച് പോകാന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ചിന്നമുട്ട ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഈ കാണുന്ന ചിന്നമുട്ട റോസ്റ്റ് ഒരു പ്ലേറ്റ് എടുക്കാം. അപ്പോഴേ നമുക്കുള്ള കണ്ണച്ചപത്തിരി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈഫും ഉണ്ട്. ചിന്നമുട്ട എത്തിയാൽ നമുക്ക് കഴിച്ചു കൊടുക്കാം. വരുന്നുണ്ട്. എടുത്തോ, തുടങ്ങിക്കോ. ചിന്നമുട്ട എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ കോഴീന്റെ വയറിന്റെ ഉള്ളിൽ വരുന്ന മുട്ടല്ലേ, നമ്മള് കോഴിപ്പാട്സിന്റെ കൂടെ വരുന്നത്, അതാണ് സാധനം. എവിടെ സാധനം? സ്പൂണൊന്നും വേണ്ട, സ്റ്റിക്കൊന്നും വേണ്ട, കൈ കൊണ്ട് എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. നല്ല സൈഡിലെ സാധനം. മസാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ സാധനം കാണുന്ന ടൈപ്പല്ല. അതിൻ്റെ കൂടെ ഒരു ഒറ്റ കണ്ണച്ചോത്തിരി പറഞ്ഞുള്ളൂ, രസം ടേസ്റ്റ് ഒക്കെ. ആ മസാലയും കൂടി കൂട്ടിയെടുത്തിട്ട് വെള്ളം വേണം, നല്ല എരിവുണ്ട്. 10 വെള്ളം പറഞ്ഞിട്ടുണ്ട്. ആ മസാലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നത് എഗ്ഗ് ഇതൊരു ആദ്യം വേവിച്ചിട്ട് മസാലയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ആ ഒരു ഡ്രൈ പോലത്തെ ഒരു, നമ്മൾ ഫ്രൈ ആക്കൂലെ, ആ രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ആ മസാലയ്ക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കറി പോലെയാണ് ആ ഒരു വരാറുള്ളത്. ഇത് വെറൈറ്റി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിന്നമുട്ട റോസ്റ്റും. ഇതൊരു ഗ്രേവി ആണ് കേട്ടോ. പാർട്സ് ഇട്ട്, കോഴി പാർട്സ്, ലിവറൊക്കെ ആണല്ലോ നമ്മളെ. ഒരു ഗ്രേവി ആണല്ലോ, ലിവറിന് നമുക്ക് ഇഷ്ടമാണല്ലോ. അടിപൊളി സാധനം.
നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് കണ്ണൂർ ചോത്തിന് ഉണ്ടാക്കുന്നുണ്ട്, അത് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഡീപ് ഫ്രൈ എന്ന സാധനമാണ്, പക്ഷെ നല്ല ടേസ്റ്റ്. ഭാഗത്ത് നമ്മളെ പ്രത്യേകിച്ച് കുറ്റിച്ചിറ ഭാഗത്തൊക്കെ പുയ്യാപ്പിള സൽക്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് കണ്ണൂർ ചോവത്തിനും കോഴി നിറച്ചു എന്നാ പറയാം. പിന്നെ അപ്പുറത്ത് സ്പ്രിങ് പൊരിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ ഞണ്ട് പൊരിക്കുന്നത് കണ്ടില്ലേ, ആ ഭാഗത്ത് സ്പ്രിങ് പൊരിക്കുന്നുണ്ട്, കണ്ണച്ചോവത്തിലോട്ട് ലൈവ് അടിക്കുന്നുണ്ട്. അപ്പം ഇനിയും എല്ലാം പുറത്തിറങ്ങണം. നമ്മൾ നേരത്തെ ആ ഒരു മോര് സോഡയൊക്കെ കണ്ടില്ലേനോ, അതൊന്ന് പോയി കുടിക്കാം. അതും കുടിച്ചു നല്ല വീട്ടിലേക്ക്. സ്പ്രിങ് കോഴി പൊരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വേറൊരു സാധനം കണ്ടത്, അത് നോക്കട്ടെ. അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മളെ ബീഫിന്റെ ബ്രെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചില്ല, മൂപ്പര് കഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയ പടമാന്ത അങ്ങനത്തെ സാധനം. ഈ ഒരു ഇപ്പൊ കഴിച്ച സ്പോട്ട് നമ്മൾ കോഴിക്കോട് കണ്ണമ്പറമ്പ് ഭാഗത്തേക്കുള്ള ഒരു ഷോപ്പാണ്, സൗത്ത് ബീച്ച് ഏരിയ തന്നെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കലങ്കലക്കി തിരിച്ചു വരുമ്പോൾ അവിടെ ഒന്ന് കയറി താത്തനോട് പറഞ്ഞാൽ അധികം എരിവില്ലാത്തൊരു സാധനം മതിയായിരുന്നു. മദാമ സോഡ, മിന്നൽ സോഡ, ഇക്കിളി സോഡ, ഇടിവെട്ട് സോഡ, വെട്ടുകിളി സോഡ, അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിലൊരു മദാമ സോഡ എടുത്തതാണ് താത്ത, എരിവ് കുറവായത്, ഇഷ്ടപ്പെട്ടു കേട്ടോ. സോഡ, മോര്, മറ്റു മസാലകളെല്ലാം കൂടി ചേർന്ന് 50 രൂപയാണ് സാധനം. സെറ്റ് എന്തൊരു സമയത്ത് കുടിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെ. അപ്പൊ അത്രയുള്ള വീഡിയോ എല്ലാം അവസാനിപ്പിക്കട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.